ഹലോ ഗൈസ്, സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചന്ദ്രമതിയുടെ മനസ്സ് മാറ്റുകയാണ് ത്യാഗരാജൻ പറയുന്നുണ്ട്, നമ്മുടെ അളിയന്റെ ആ ഒരു മരിച്ച ഓർമ്മ ദിവസം തന്നെയാണ് പ്രഭാവതി നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് അളിയന്റെ ആ ഒരു വാർത്താ പ്രാധാന്യം കുറക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ചിന്ത മാത്രമാണ് അവർക്ക് എന്നൊക്കെ നമ്മുടെ ചന്ദ്രമതിയോട് പ്രഭാവതിയെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ശത്രുത ഇങ്ങനെ വളർത്തുവാട്ടോ. അപ്പുറത്ത് നമ്മുടെ നന്ദൻ ഭാർഗവിയോട് പറയുന്നുണ്ട്, ഈ മത്സരം കഴിയുന്നതോടുകൂടി വീട് രണ്ടായി പിളർന്നു പോകും എന്നൊക്കെ പറയുകയാണ്. പിന്നെ നന്ദൻ വന്ന് നമ്മുടെ പ്രഭാവതി അമ്മയെ വെല്ലുവിളിക്കുന്നുണ്ട്, ദേവി തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, കാണാം, അത് സ്വപ്നത്തിലായിരിക്കും, ജീവിതത്തിലെന്നാ ഞാൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ മകനെ നമ്മുടെ പ്രഭാവതി വെല്ലുവിളിക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ദേവിയെ ഉറപ്പായിട്ടും താൻ ജയിപ്പിച്ചിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ അരുന്ധതിയും കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരുടെ മുന്നിൽ ജയിക്കണം, എന്നിട്ട് വേണം ചിലരോടൊക്കെ എനിക്ക് മറുപടി പറയാൻ എന്നിങ്ങനെ പറയുന്നൊക്കെയുണ്ടേ. കാത്തിരുന്നതിനെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.